ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോഴേ അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പാവയ്ക്കായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. പാവയ്ക്കായും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്ത് വേവിക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. പാവയ്ക്കകത്ത് നമ്മുടെ ചീരയിലൊക്കെ പോലെ തന്നെ വെള്ളം ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പം പാവയ്ക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലിരുന്നാൽ ഇത് വെന്തോളും. നമ്മളിത് വെള്ളം ഊറ്റി കളയുകയോ ഒന്നും ചെയ്യരുത്. വെള്ളം ഒഴിച്ച് തിളപ്പിച്ചൂറ്റുകയോ ഒന്നും ചെയ്യരുത്. പാവയ്ക്കയുടെ അതേ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പാവയ്ക്ക ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. വീണ്ടും അടച്ച് വെക്കുക, തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിച്ചെടുക്കണം. വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. മഞ്ഞൾപ്പൊടി ഇടരുത്. മഞ്ഞൾപ്പൊടി ഇട്ടാൽ കയ്പ്പ് കൂടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ച് വെക്കുക, തുറന്ന് നോക്കുക. നന്നായിട്ട് വെള്ളം പറ്റിയെന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾക്കിതിലേക്ക് തേങ്ങാക്കൊത്തും സവാളയൊക്കെ ചേർക്കാം. ഞാൻ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സവാള ചേർക്കാം. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും അധികമായിട്ട് ഒഴിക്കുന്നില്ല. ഈ ഒരു വെളിച്ചെണ്ണ കിടന്ന് തന്നെ ഇത് മൂത്ത് വന്നോളും. നമുക്കിനി ഇതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ നല്ല സിമ്മിലാക്കി വെക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ അടുക്കി പിടിക്കുകയോ ഒക്കെ ചെയ്യും. ഇതേ നമ്മുടെ പാവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ലേശം കൂടെ മൂത്താൽ മതി. അപ്പോൾ വെന്ത് വന്നപ്പോൾ അതേ ചുരുങ്ങി ഇത്ര ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.